രാമം ദശരഥം വിദ്ധിം മാമിദ്ധിം ജനകാത്മജ അയോധ്യ അടവീം ചെയ്വ ഗച്ഛദാത യഥാസുഖം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അരവിന്ദ് ആഞ്ചല്ലൂർ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന കൃഷ്ണനാട്ടം അല്ലേ, അതായത് ക്ഷേത്രകലകൾ. നമ്മുടെ സിലബസിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു സാധനമാണ് എന്ത്? ഈ പറയുന്ന ക്ഷേത്രകലകൾ. ഈ ക്ഷേത്രകലകളിൽ നമ്മൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ എക്സാം എഴുതാൻ പോകുന്നവരായതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ സിലബസിൽ പഠിക്കേണ്ട ഒന്നാണ് എന്ത്? ഈ പറയുന്ന കൃഷ്ണനാട്ടം അല്ലേ. പ്രത്യേകത അറിയായിരിക്കും. നമ്മുടെ ഈ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നാലമ്പല മതിൽക്കകത്ത്, മീൻസ് ഗോപുരത്തിനകത്ത്, ഈ പറയുന്ന നാലമ്പലത്തിന് പുറത്തായിട്ട്, ഓക്കെ, നാലമ്പലത്തിന് പുറത്തും നമ്മുടെ ഈ പറയുന്ന പുറം മതിലിനകത്തും, മനസ്സിലായി കാണുമല്ലോ, അതിനകത്തായിട്ട് നടന്നു വരുന്ന ഒരു ക്ഷേത്രകലയാണ് എന്ത്? ഈ കാണുന്ന കൃഷ്ണനാട്ടം അല്ലേ. ഇത് ഈ കാണുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അകം വശമാണ്. ഈ പറയുന്ന വടക്കേ നട, നമ്മളൊക്കെ ഈ പറയുന്ന ഭഗവാനെ തൊഴുതിട്ട് പുറത്തിറങ്ങുന്ന ഈ പറയുന്ന വടക്കേ നടയുടെ ഈ ഭാഗത്തല്ലേ, ഇവിടെ ഈ പറയുന്ന പ്രസാദത്തിന് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന കൗണ്ടറൊക്കെ നിങ്ങൾ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഇത് പ്രത്യേകമായിട്ട് എവിടെയല്ല നടക്കുന്നത്? അവിടെ കൂത്തമ്പലമുണ്ട്. ഈ ചടങ്ങ് നടക്കുന്നത് വടക്കേ നടയിൽ അല്ലേ, ആ ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുക? നമ്മുടെ ഈ പറയുന്ന കൃഷ്ണനാട്ടം എല്ലാ ദിവസവും നടന്നു പോകുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഈ പറയുന്ന വേഷവിധാനങ്ങൾ അല്ലേ, ഇതാണ് കൃഷ്ണനാട്ടത്തിൽ അല്ലേ നായകൻ്റെ ഈ പറയുന്ന ആ ഒരു തലപ്പാവ് അല്ലേ, മയിൽപ്പീലി ചൂടിയിട്ടുള്ള അല്ലേ, കൃഷ്ണൻ്റെ ആ ഒരു തലപ്പാവാണ് കേട്ടോ. അതാണ് ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നോക്കൂ, ഇനി നോക്കൂ, നിങ്ങൾ ഈ കാണുന്നത് തടിയിലുള്ള വിളക്കാണ് കേട്ടോ. ഗുരുവായൂരിൽ ഈ പറയുന്ന കൃഷ്ണനാട്ടം നടത്തുമ്പോൾ ഈ പറയുന്ന തടിയിലുള്ള വിളക്കിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ മുകളിലെ ഭാഗം മാത്രമേ ഈ പറയുന്ന ആ ഒരു വെങ്കല നിർമ്മിതമായിട്ട് വിളക്കായിട്ടുള്ളൂ. ബാക്കി ഫുള്ള് ഇത് തടിയിലാണ്. വളരെ ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ വേറൊരു പ്രത്യേകത നിങ്ങൾ ഈ കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും. ബാക്കി നമ്മളെ കഥകളിയിലോ മറ്റിതിലൊന്നും എന്ത് ചെയ്യാറില്ല, നായകൻ വിളക്കിന് മുന്നിലേക്കൊന്നും എന്ത് ചെയ്യാറില്ല, ഈ പറയുന്ന ചടങ്ങ് നടത്താറില്ല, അല്ലെങ്കിൽ അഭിനയിക്കാറില്ല. പക്ഷേ നമ്മുടെ കൃഷ്ണനാട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എന്ത്? ഈ പറയുന്ന വിളക്കിന് മുന്നിലേക്ക്, അല്ലെങ്കിൽ വിളക്കിനെ ചുറ്റിയിട്ട്, അല്ലെങ്കിൽ പ്രദക്ഷിണം വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന നായക വേഷത്തിലുള്ളവരും അല്ലെങ്കിൽ ബാക്കിയുള്ള അനുബന്ധ കളിക്കാരും എന്ത് ചെയ്യാറുണ്ട്? രംഗത്തിൽ അവതരിപ്പിക്കാറുണ്ട് കേട്ടോ. അത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നിങ്ങൾ ഈ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ ഞാൻ പോകാൻ പറയുന്നതിനൊരു കാരണം, വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഈ പറയുന്ന ഒരു 10-10 കൂടി, അവധി ദിവസങ്ങളാണെങ്കിൽ ഒരു 10 കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറയുന്ന ഭഗവാന്റെ ആ ഒരു എഴുന്നള്ളിപ്പും തൃപ്പുകയും നെയ്പ്രസാദവും ഒക്കെ വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന കൃഷ്ണനാട്ടം തുടങ്ങാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഈ പറയുന്ന തറയിൽ ഇരുന്നു കൊണ്ട് ഈ പറയുന്ന ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഈ പറയുന്ന ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 3 മാസക്കാലത്തിൽ എന്താണ്? നമ്മുടെ ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിന് അവധിയാണ് ഗുരുവായൂരിൽ. അത് എല്ലാ വർഷവും പതിവാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 3 മാസങ്ങളിൽ എന്തുണ്ടാവാറില്ല? കൃഷ്ണനാട്ടം ഉണ്ടാവാറില്ല. ഈ പറയുന്ന പെട്ടിവെച്ച് കളി എന്ന് പറയുന്ന കൃഷ്ണനാട്ടത്തിൻ്റെ അവസാന കളി ഈ കഴിഞ്ഞ മെയ് 31 എന്ത് കഴിഞ്ഞു? നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് എന്ത് ചെയ്യുക? ഈ പറയുന്ന ആദ്യത്തെ 1 മാസക്കാലം അവർക്ക് അവധിയാണ്. പിന്നെ വരുന്ന ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ചിട്ടയായിട്ടുള്ള കർക്കശമായിട്ടുള്ള എന്താണ്? ഈ പറയുന്ന ചുവടുവയ്പ്പും ബാക്കി അഭ്യാസ മുറകളൊക്കെ പഠിക്കുന്ന, വായ്ത്താരിയൊക്കെ പഠിക്കുന്ന ഈ പറയുന്ന ചടങ്ങുകളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇനി വരുന്ന ബാക്കി 2 മാസം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഈ പറയുന്ന അല്ലേ, ഈ പറയുന്ന മല്ലയുദ്ധമൊക്കെയാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്നത് ഈ പറയുന്ന യുദ്ധസമാനമായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന കൃഷ്ണൻ അല്ലെങ്കിൽ ഈ പറയുന്ന നായകൻ എന്ത് ചെയ്യുന്നത്? വിളക്കിന് മുന്നിലേക്ക് വന്ന് അവതരിപ്പിക്കുന്നത്. അത് കൃഷ്ണനാട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. വിളക്കിന് മുന്നിലേക്ക് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന നായകവേഷത്തിലുള്ളവരും ബാക്കി ഈ പറയുന്ന അല്ലേ നമ്മുടെ സ്ത്രീ മിനുക്ക് കഥാപാത്രങ്ങളായിട്ടുള്ളവർ എന്ത് ചെയ്യാറുണ്ട്? അരങ്ങിൽ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആ വിളക്കിന് മുന്നിൽ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യാറുണ്ട്? പ്രത്യേകമായിട്ട് അകലത്തിൽ മാറ്റി ഇരുത്തിയിട്ട് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ആ പറയുന്ന ചടങ്ങുകളൊക്കെ നടത്താറുള്ളൂ. ഓക്കെ ആണോ? ഇനി എന്താണ് കൃഷ്ണനാട്ടം? ബാക്കി അതുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രത്യേകതകളൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. ഓക്കെ ആണോ? നോക്കൂ, അഷ്ടപതി ആട്ടം അല്ലേ, നമ്മൾ ആദ്യം കൃഷ്ണനാട്ടം എന്ന് പറഞ്ഞു. തൊട്ടടുത്തായിട്ട് ഇതും ഗുരുവായൂർ ക്ഷേത്രം അതിലകത്ത് തന്നെയാണ്, ഈ പറയുന്ന വടക്കേ നടയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ പറയുന്ന ആ തടിവിളക്കും. അപ്പോൾ തൊട്ടടുത്തായിട്ടല്ലേ നമ്മുടെ കൃഷ്ണനും ബാക്കി ഈ പറയുന്ന വാദ്യമേളങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കൃഷ്ണനാട്ടത്തിലെ ഒരു പ്രത്യേകത തന്നെയാണ് എന്ത്? ഈ കാണുന്ന പാട്ടുപാടുന്ന വ്യക്തികൾ അല്ലേ, അല്ലെങ്കിൽ വാദ്യമേളക്കാരൊക്കെ എവിടെയായിരിക്കും? ഈ പറയുന്ന അരങ്ങിന് പിന്നിലായിരിക്കും അല്ലേ. അതായത് മുൻവശത്തു നിന്ന് നായക കഥാപാത്രങ്ങൾക്കും മറ്റ് അനുബന്ധ ആൾക്കാർക്കും എന്ത് ചെയ്യുക? വളരെ ഭംഗിയായിട്ട് ഈ പറയുന്ന രംഗങ്ങൾ അവതരിപ്പിച്ച് കാണിക്കുവാൻ കൂടി ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഈ പറയുന്ന പാടുന്നവരൊക്കെ എവിടേക്ക് പോകാറുണ്ട്? പുറകേക്കാണ് എന്ത് നിൽക്കാറുള്ളത്. ഓക്കെ ആണോ? ഇനി നോക്കൂ, അഷ്ടപതി ആട്ടം അല്ലേ, നമ്മുടെ കൃഷ്ണനാട്ടത്തിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ഈ പറയുന്ന അഷ്ടപതി ആട്ടം. കാരണം നമ്മുടെ ഈ പറയുന്ന കൃഷ്ണഗീതി അല്ലേ, നമ്മുടെ ഈ പറയുന്ന കൃഷ്ണനാട്ടത്തെ ആസ്പദമാക്കിയിരിക്കുന്ന ഗ്രന്ഥം ഏതാണ്? കൃഷ്ണഗീതിയാണ്. അപ്പോൾ കൃഷ്ണഗീതി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? അഷ്ടപതി എന്ന് അറിയപ്പെടുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഈ അവതരണം അഷ്ടപതി ആട്ടം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക, കൃഷ്ണനാട്ടം അതിൻ്റെ മറ്റൊരു പേര് തന്നെയാണ് എന്ത്? ഈ പറയുന്ന
അഷ്ടപതി ആട്ടം. ഓക്കെ ആണോ? ഇനി നോക്കൂ, കേരളത്തിൻ്റെ തനതുകല എന്നറിയപ്പെടുന്നു. പിന്നെയോ കഥകളിയുടെ മൂലകല എന്നറിയപ്പെടുന്നു. അല്ലേ? നമുക്കറിയാം ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിൽ നിന്നും ആവിർഭവിച്ചതാണല്ലേ. പിന്നെ ഈ പറയുന്ന പിൽക്കാലത്ത് രാമനാട്ടം വന്നു. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? കഥകളിയിലേക്ക് മാറ്റം വന്നു. അല്ലേ? അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിൻ്റെ തനതുകലയെന്നും കഥകളിയുടെ മൂലകല എന്നും അറിയപ്പെടുന്ന ഏത് തന്നെയാണ്? നമ്മുടെ ഈ പറയുന്ന കൃഷ്ണനാട്ടമാണ് കേട്ടോ. കേരളീയമായ ആദ്യത്തെ നൃത്ത നാടകവും ഏത് തന്നെയാണ്? നമ്മുടെ ഈ പറയുന്ന കൃഷ്ണനാട്ടമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഇതിൽ ഈ പറയുന്ന അഷ്ടം എന്ന് പറയുന്ന സംഖ്യ അല്ലേ, 8 എന്ന് പറയുന്ന സംഖ്യ പോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിൽ എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന കളികൾ 8 ദിവസമായിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്? ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ ആണോ? അപ്പോൾ 8 ദിവസത്തെ കളി അല്ലേ, ആ രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അഷ്ടപതി ആട്ടം എന്നറിയപ്പെടുന്നു. പിന്നെയോ ഇനി നോക്കൂ, എന്താണ്? 8 നാഴി എണ്ണ, 8 തിരി, 8 കുട്ടികൾ, 8 നാഴിക നേരത്തെ കളി, 8 അരങ്ങ് പണം എന്നിങ്ങനെ 8 ചേർന്നുള്ള കണക്കുകളാണ് എന്ത് ചെയ്യുന്നത്? കൃഷ്ണനാട്ടത്തിന് പറയപ്പെടുന്നത് കേട്ടോ. 3000 രൂപയാണ് ഇവിടെ നമ്മുടെ ഈ പറയുന്ന, നിങ്ങൾ ഗുരുവായൂർ ദേവസ്വത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഗുരുവായൂർ പോകുന്ന സമയത്ത് 3000 രൂപ അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കൃഷ്ണനാട്ടം ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഈ പറയുന്ന ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് എന്ത് ചെയ്യാറുള്ളത്? ഓരോ ദിവസവും കൃഷ്ണനാട്ടം വഴിപാടായിട്ട് നടത്താറുള്ളത്. അപ്പോൾ അതാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കേട്ടോ. ഈ പറയുന്ന ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന വഴിപാടായതുകൊണ്ട് ഇതിന് പറയുന്നത്, ഭഗവാന് ഈ പറയുന്ന രാത്രിയിൽ ശിവേലി കഴിഞ്ഞ് ഈ പറയുന്ന നട അടച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന അരങ്ങിന് ഏറ്റവും മുന്നിലായിട്ട് കൃഷ്ണനാട്ടം കാണാൻ ആരുണ്ടാവും? ഈ പറയുന്ന ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ വന്നിരിക്കുമെന്നാണ് എന്ത് ചെയ്യുന്നത്? ഗുരുവായൂർ മതിൽക്കകത്ത് വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, ശ്രീകൃഷ്ണൻ്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ലീലകൾ 8 കഥകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവതരിപ്പിച്ച് വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഈ പറയുന്ന ശ്രീകൃഷ്ണൻ്റെ അവതാരം തൊട്ട് അല്ലേ, അതായത് കൃഷ്ണൻ്റെ കഥകളാണ് എന്ത് ചെയ്യുക? നമ്മുടെ ഈ പറയുന്ന ഗുരുവായൂരിലെ കൃഷ്ണനാട്ടത്തിൽ എന്ത് ചെയ്യുന്നത്? ഗുരുവായൂരിൽ എന്നല്ല, കൃഷ്ണനാട്ടത്തിൽ അവതരിപ്പിക്കാറുള്ളത്. അപ്പോൾ ഭഗവാന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കളികളാണ് എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ പറയുന്ന ഒരു പ്രക്രിയ, ആ ഒരു കാലഘട്ടത്തെ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ഭംഗിയായിട്ട് കലാകാരന്മാർ എവിടെ അവതരിപ്പിക്കുന്നു? നമ്മുടെ ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിൽ അവതരിപ്പിക്കുന്നു. ഓക്കെ ആണോ? 8 രാത്രികൾ കൊണ്ട് ആടി തീർക്കാവുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ പറയുന്ന കൃഷ്ണനാട്ടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അല്ലേ, എന്താണ് കേരളത്തിൻ്റെ തനതുകല എന്നറിയപ്പെടുന്നത് അല്ലേ കലാരൂപം. പിന്നെയോ കഥകളിയുടെ മൂലകഥ, കേരളീയമായ ആദ്യത്തെ നൃത്തനാടകം, അങ്ങനെയൊക്കെ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ അഷ്ടപതി ആട്ടം എന്ന് പറയുന്ന എല്ലാം എന്ത് തന്നെയാണ്? നമ്മുടെ ഈ പറയുന്ന കൃഷ്ണനാട്ടമാണ് കേട്ടോ. ഇനി നോക്കൂ, ഇതിൻ്റെ പിന്നിലെ ഐതിഹ്യം അല്ലേ, അതിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളൊന്ന് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കണം. ഈ പറയുന്ന വില്വമംഗല സ്വാമിയാർ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പറയുന്ന ദേവതകളെയൊക്കെയും തൻ്റെ ദിവ്യദൃഷ്ടിയിലൂടെ കാണാൻ സാധിക്കുന്ന ഒരു മഹത്തരമായിട്ടുള്ള വ്യക്തിത്വമാണ് ആര്? നമ്മുടെ ഈ പറയുന്ന വില്വമംഗല സ്വാമിയാർ അല്ലേ. അപ്പോൾ വില്വമംഗല സ്വാമിയാർ നിരന്തരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന ഭഗവാനെ കാണാറുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നമ്മൾ വലം വെച്ച് വരുന്ന സമയത്ത് അല്ലെ, ആ ഒരു താമരക്കണ്ണൻ്റെ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മുൻപ് നമ്മൾ ഈ പറയുന്ന കിണറിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന തൊഴുതുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഉത്സവം കഴിഞ്ഞ സമയത്ത് നമ്മുടെ ഈ പറയുന്ന ചുമർ ചിത്രകലയൊക്കെ അല്ലേ ഈ പറയുന്ന പുതുക്കിയിട്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന താമരക്കണ്ണൻ്റെ സ്ഥാനം ഓവിന് തൊട്ട് അപ്പുറത്തായിട്ട്, അതായത് വടക്ക് ഭാഗത്ത് അറ്റത്തെ ചുമലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന താമരക്കണ്ണൻ്റെ സ്ഥാനം മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ ആണോ? അങ്ങനെ ഈ പറയുന്ന വില്വമംഗല സ്വാമിയാർ നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഭഗവാന്റെ ഈ പറയുന്ന ലീലകളൊക്കെ കാണുന്നത് അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ കോഴിക്കോട് സാമൂതിരി രാജാവായിട്ടുള്ള മാനവേദൻ എന്ത് ചെയ്യുന്നുണ്ട്? ഭഗവാന്റെ പരമഭക്തനായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിനോട് ഒരിക്കലും ആവശ്യപ്പെടും, ഈ പറയുന്ന ഭഗവാനെ എനിക്കും എന്ത് ചെയ്യണം, ഒരിക്കലൊന്ന് അദ്ദേഹത്തിൻ്റെ ദർശനം വേണമെന്ന് ആരോട് ആവശ്യപ്പെടും? ഈ പറയുന്ന വില്വമംഗല സ്വാമിയാരോട് ആവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെടുന്നതിൻ്റെ പിറ്റേ ദിവസം എന്ത് ചെയ്യും? രാവിലെ ഈ പറയുന്ന ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് മാനവേദൻ രാജാവ് വരുന്ന സമയത്ത് വില്വമംഗല സ്വാമിയാർ പറയും, ഇന്ന് എന്ത് ചെയ്യും? താങ്കൾക്ക് അന്ന് ഈ പറയുന്ന കൂത്തമ്പലം ഇല്ല, ഗുരുവായൂർ കൂത്തമ്പലം ഇന്നിരിക്കുന്ന സ്ഥാനത്ത് ഈ പറയുന്ന ഒരു നമ്മുടെ ആഞ്ഞിലി മരം മാത്രമേ ഉള്ളൂ. അവിടെ ഈ പറയുന്ന ഇലങ്ങി മരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന മാനവേദൻ രാജാവിനോട് ഈ പറയുന്ന വില്വമംഗല സ്വാമിയാർ എന്ത് പറയും? ഇന്ന് ഈ പറയുന്ന ആ മരത്തിന് ചുവട്ടിലായിട്ട് എന്ത് ചെയ്യും? താങ്കൾക്ക് ദർശനം കിട്ടുമെന്നും ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? ഭഗവാനെ ഈ പറയുന്ന കെട്ടിപ്പിടിക്കാനായിട്ട് എന്ത് ചെയ്യരുത്? ശ്രമിക്കരുതെന്ന് എന്ത് ചെയ്യും? ഒരു ഉപാധി പറയും. അങ്ങനെ എല്ലാം അനുവദിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? അന്ന് രാത്രി ഭഗവാൻ എന്ത് ചെയ്യും? മാനവേദന് ദർശനം നൽകും. ഭഗവാനെ കണ്ട മാത്രയിൽ സർവ്വം മറന്ന് എന്ത് ചെയ്യും? നമ്മുടെ ഈ പറയുന്ന നമ്മുടെ മാനവേദൻ രാജാവ് കെട്ടിപ്പിടിക്കാനായിട്ട് പോവുകയും ഭഗവാൻ അപ്രത്യക്ഷമാവുകയും ഭഗവാന്റെ തലയിലുണ്ടായിരുന്ന ഒരു മയിൽപ്പീലി ആർക്ക് കിട്ടും? നമ്മുടെ ഈ പറയുന്ന മാനവേദൻ രാജാവിന് കിട്ടും കേട്ടോ. അപ്പോൾ ആ മയിൽപ്പീലിയാണ് കൃഷ്ണനാട്ടത്തിൻ്റെ തുടക്കം. ഈ പറയുന്ന മയിൽപ്പീലിയാണ് എന്ത് ചെയ്യുന്നത്? ആ മയിൽപ്പീലി കൊണ്ട് കൃഷ്ണനാട്ടത്തിൻ്റെ കിരീടം നിർമ്മിച്ചു എന്നാണ് എന്ത്? ഒന്നാമത്തെ ഐതിഹ്യം. 2, ഈ പറയുന്ന ഇലങ്ങി മരത്തിൻ്റെ കൊമ്പുകൾ കൊണ്ട് എന്ത് ചെയ്തു? ഇദ്ദേഹം ഒരു കൃഷ്ണൻ്റെ രൂപം ഉണ്ടാക്കുകയും ആ രൂപത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ടാണ് എന്ത് ചെയ്തത്? ഇദ്ദേഹം കൃഷ്ണഗീതി രചിച്ചത് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ പറയുന്ന ഇലഞ്ഞി മരത്തിൻ്റെ തോലും മറ്റും ഉപയോഗിച്ചാണ് ഇതിൻ്റെ മറ്റ് കളിക്കോപ്പുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ നിർമ്മിച്ചതെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയപ്പെടുന്നുണ്ട്. എന്ത് തന്നെ ആയിരുന്നാലും ആ ഒരു പ്രത്യേകത കൊണ്ട് നമുക്ക് കിട്ടിയ വളരെ ഭംഗിയായിട്ടുള്ള ഒരു കലയാണ് ഇത്, ഈ പറയുന്ന കൃഷ്ണനാട്ടം. ഇനി ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിന് ആസ്പദമായിട്ട് കൃഷ്ണഗീതി രചിച്ച മാനവേദൻ അല്ലേ. അപ്പോൾ ഈ മാനവേദൻ കൃഷ്ണഗീതി രചിച്ചതിന് ആസ്പദമാക്കിയിട്ട് പറയപ്പെടുന്ന 2-3 കൃതികളുണ്ട്. ബംഗാളി കവിയായിട്ടുള്ള ജയദേവൻ്റെ ഗീതാഗോവിന്ദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഗീതാഗോവിന്ദത്തെ ആസ്പദമാക്കിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഈ പറയുന്ന കൃഷ്ണഗീതി രചിച്ചതെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കപ്പെടുന്നുണ്ട്. 2 ഭാഗവതത്തിലെ അല്ലേ, പുണ്യഗ്രന്ഥമായിട്ടുള്ള ഭാഗവതത്തിലെ അല്ലേ, നിങ്ങൾക്ക് അറിയാമായിരിക്കും ഭാഗവതത്തിലെ അധ്യായങ്ങൾക്ക് പറയുന്ന പേരൊക്കെ അറിയാമല്ലോ അല്ലേ. ഭാഗവതത്തിലെ അധ്യായങ്ങൾക്ക് സ്കന്ധങ്ങൾ അല്ലെങ്കിൽ സ്കന്ധം എന്നാണ് എന്ത് ചെയ്യുക, പറയപ്പെടുന്നത് കേട്ടോ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, സ്കന്ധങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന ഭാഗവതത്തിലെ 10-11 സ്കന്ധങ്ങളെ ആധാരമാക്കിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഈ പറയുന്ന മാനവേദൻ രാജാവ് എന്ത് നിർമ്മിച്ചത്, ഈ പറയുന്ന കൃഷ്ണഗീതി രചിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. 2 മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയത്തെ ആസ്പദമാക്കി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന നമ്മുടെ കൃഷ്ണഗീതി രചിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന അല്ലേ ആദ്യം പറഞ്ഞ അല്ലേ ജയദേവന്റെ ഗീതാഗോവിന്ദത്തെ അല്ലേ, ജയദേവന്റെ ഗീതാഗോവിന്ദത്തെ ആസ്പദമാക്കി എന്ത് ചെയ്തു, ഈ പറയുന്ന കൃഷ്ണഗീതി രചിച്ചു എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയപ്പെടുന്നുണ്ട്. ഇനി അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഭഗവാന്റെ ആ ഒരു രൂപത്തിന് മുന്നിലിരുന്നുകൊണ്ട് പരമഭക്തനായിട്ടുള്ള ആരാണ്, മാനവേദൻ രാജാവ് ഈ പറയുന്ന ഭഗവാന്റെ ഈ പറയുന്ന അവതാര കഥകളൊക്കെ വർണ്ണിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, തുടക്കം മുതൽ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന വർണ്ണിച്ചുകൊണ്ട് ഈ പറയുന്ന ഗീത അല്ലേ, എന്താണ് ഈ പറയുന്ന കൃഷ്ണഗീതി അല്ലേ രചിച്ചു എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇദ്ദേഹം ഒരു കൃഷ്ണഗീതി രചിച്ചു ഭഗവാൻ സമർപ്പിച്ചത് ഒരു തുലാമാസം അല്ലേ, തുലാമാസത്തിലെ ഒരു 30-ാം തീയതി ആയിരുന്നു എന്താണ് എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗുരുവായൂരിനെ സംബന്ധിച്ച് കൃഷ്ണഗീതി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തുലാമാസം 30 കേട്ടോ. നമ്മുടെ ഈ പറയുന്ന ദേവസ്വം നമ്മുടെ ആചാരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ഇംഗ്ലീഷ് മാസങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലല്ല ചോദിക്കാറ്, ഈ പറയുന്ന മലയാള മാസങ്ങളോ അല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ തുലാമാസവും 30-ാം തീയതി എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ഈ പറയുന്ന കൃഷ്ണഗീതി ദിനമായിട്ട് ആചരിച്ചു പോരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായിട്ടുള്ള അല്ലേ ഈ പറയുന്ന കൃഷ്ണഗീതിയുടെ അല്ലേ ആ ദിനം, അതായത് ഈ പറയുന്ന മാനവേദൻ രാജാവ് ഭഗവാന് സമർപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ദിവസമാണ് ഈ പറയുന്ന തുലാം 30. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ തുലാം 30-നും വളരെ വിപുലമായിട്ട് ഗുരുവായൂർ ദേവസ്വം എന്ത് ചെയ്യാറുണ്ട്, കൃഷ്ണഗീതി ദിനമായിട്ട് ആചരിച്ചു പോരാറുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന എന്താണ്, നമ്മുടെ ഈ പറയുന്ന കേരളത്തിൻ്റെ തനതു കലയാണെന്ന് പറഞ്ഞു, പിന്നെയോ കഥകളിയുടെ മൂലകഥയാണെന്ന് പറഞ്ഞു, 8 ദിവസം കൊണ്ട് കളിക്കത്തക്ക രീതിയിലാണ് ചിട്ടപ്പെടുത്തിയതെന്ന് പറഞ്ഞു അല്ലേ. പിന്നെയോ ഈ പറയുന്ന 8 രാത്രികൾ കൊണ്ട് ആടി തീർക്കാവുന്ന രീതിയിലാണ് കൃഷ്ണനാട്ടം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ കാരണക്കാരൻ അല്ലെങ്കിൽ ഈ ഒരു കലാരൂപത്തിന് കാരണക്കാരനായ വ്യക്തിയാണ് ആര്, നമ്മുടെ ഈ പറയുന്ന കോഴിക്കോട് സാമൂതിരിയായിരുന്നിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന ആരാണ്, മാനവേദൻ രാജാവെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെയോ അദ്ദേഹം ഈ പറയുന്ന കൃഷ്ണഗീതി അല്ലേ ഇതിന് ആധാരമാക്കിയിട്ടുള്ള ആ ഗ്രന്ഥം രചിക്കാൻ ആസ്പദമാക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളായിട്ട് പറയപ്പെടുന്ന 3 എണ്ണം ഉണ്ട്. ഇതിലേതും ആകാം, എന്നാൽ ഈ 3 എണ്ണം പറയപ്പെടുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഈ 3 അറിഞ്ഞിരിക്കണം. ഈ പറയുന്ന ഭാഗവതത്തിലെ സ്കന്ധം അല്ലേ, ദശമസ്കന്ധവും പിന്നെ എന്താണ് ഈ പറയുന്ന 11-ാമത്തെ അല്ലേ, 10 പിന്നെ ഈ പറയുന്ന 11-ാമത്തെ അല്ലേ, ഈ 2 സ്കന്ധങ്ങളെ ആധാരമാക്കി എന്ന് പറയപ്പെടുന്നുണ്ട്. നാരായണീയത്തിലെ അല്ലേ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മേൽപ്പത്തൂരും നാരായണീയ ഭട്ടതിരി, നിങ്ങൾ ഈ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഈ പറയുന്ന 4 വിളക്കുമാടം കഴിഞ്ഞ് 4 അമ്പലത്തിലേക്ക് ഈ പറയുന്ന കാലെടുത്ത് വയ്ക്കുമ്പോൾ, ശ്രീകോവിലിന് കാണാനായിട്ട് കാല് വയ്ക്കുമ്പോൾ ഇടതുവശത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന നാരായണ ഭട്ടതിരി നാരായണൻ രചിച്ചുവെന്ന് ആലേഖനം ചെയ്ത അല്ലേ ആ ഒരു ഫലകവും ആ ഒരു വിളക്കും ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഗുരുവായൂർ അമ്പലത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ ആണോ? അപ്പോൾ പിന്നെ പറയുന്നത് ഈ പറയുന്ന ജയദേവ കവിയുടെ ഗീതാഗോവിന്ദത്തെ ആസ്പദമാക്കി എന്ത് ചെയ്യുന്നുണ്ട്, പറയപ്പെടുന്നുണ്ട്. തുലാം 30-നാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കൃഷ്ണഗീതി ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന തുലാം 30 എന്ത് ചെയ്യുന്നുണ്ട്, കൃഷ്ണഗീതി ദിനമായിട്ട് ആചരിച്ചു പോരുന്നു. ഓക്കെ ആണോ? ഇനി നോക്കൂ, നമുക്കറിയാലോ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നമ്മുടെ കൃഷ്ണനാട്ടത്തിലെ 8 കളികൾ ഇതൊക്കെയാണ് കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, 8 എണ്ണം ഈ പറയുന്ന വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്ത്, ഈ പറയുന്ന 8 എണ്ണം. ഇത്രയേ ഉള്ളൂ എന്താണ് കൃഷ്ണനാട്ടത്തിൻ്റെ കളികൾക്കകത്ത് വരുന്നവ. ഒന്ന്, ഭഗവാന്റെ അവതാരം. നമ്മൾ പറഞ്ഞു അവതാരം മുതൽ സ്വർഗാരോഹണം എന്ന് വരെ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഒന്നാമത്തത് ഏതാണ്, കൃഷ്ണനാട്ടത്തിലെ അവതാരമാണ് കേട്ടോ. ഒന്നാമത്തെ കളി അവതാരമാണ്. ഇനി രണ്ടാമത്തേത്
കാളിയ മർദ്ദനമാണ് കേട്ടോ ഭഗവാന്റെ അല്ലേ ക്രീഡകളിൽ അല്ലേ, അതാണ് ഇത് ഈ പറയുന്ന കാളിയ മർദ്ദനമാണ്. ഇനി മൂന്നാമത്തേത് രാസക്രീഡയാണ് കേട്ടോ, ഭഗവാന്റെ രാസക്രീഡയാണ്. നാലാമത്തേത് അല്ലേ അമ്മാവനായിട്ടുള്ള മാതുലനായിട്ടുള്ള അല്ലേ കംസനെ വധിച്ചത് അല്ലേ കംസവധമാണ്. ഇനി അഞ്ചാമതായിട്ട് പറയുന്നത് ഭഗവാന്റെ സ്വയംവരമാണ് കേട്ടോ, ഭഗവാന്റെ സ്വയംവരം. പിന്നെയോ ആറാമതായിട്ട് പറയുന്നത് ബാണയുദ്ധമാണ്. ഓക്കെ ആണോ? ഇനിയോ ഏഴാമതായിട്ട് പറയുന്നത് വിവിധവധവും, എട്ടാമതായിട്ട് പറയുന്നത് സ്വർഗാരോഹണമാണ് കേട്ടോ. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ 3000 രൂപയാണ് എല്ലാ കൃഷ്ണനാട്ടത്തിനും വഴിപാടായിട്ട് നിരക്കിൽ വാങ്ങുന്നത്. ഈ പറയുന്ന സ്വർഗാരോഹണത്തിന് 3300 രൂപയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ആരൊക്കെയാണോ സ്വർഗാരോഹണം കളി അവിടെ വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് അവരെന്തു ചെയ്യണം, ഈ പറയുന്ന അവതാര കളിയും കൂടെ എന്ത് ചെയ്യണം, വഴിപാടായിട്ട് സമർപ്പിക്കേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം ഈ പറയുന്ന സ്വർഗാരോഹണം ഭഗവാന്റെ ഈ പറയുന്ന മരണം ആയതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നില്ല, ഒരു ശുഭസൂചകമല്ലാത്തതിനാലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അവതാര കളി കൂടെ എന്ത് ചെയ്യേണ്ടി വരും, കൃഷ്ണനാട്ടം വഴിപാടിൽ നടത്തേണ്ടി വരും. അതിന് ക്ഷേത്ര മതിൽക്കകത്താണെങ്കിലും അത് വിട്ട് പുറത്താണെങ്കിൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന കൃഷ്ണനാട്ടം വഴിപാടിൽ സ്വർഗാരോഹണം വഴിപാടായിട്ട് സമർപ്പിക്കുന്ന യാതൊരാളും എന്ത് ചെയ്യേണ്ടി വരും, ഈ പറയുന്ന അവതാര കളി കൂടി വഴിപാടായിട്ട് സമർപ്പിക്കേണ്ടി വരും. അങ്ങനെ സമർപ്പിച്ചില്ലെങ്കിൽ പോലും എന്ത് ചെയ്യണം, അവർ ഈ പറയുന്ന കലാകാരന്മാർ എന്ത് ചെയ്യണം, തൊട്ടടുത്ത ദിവസം ഈ പറയുന്ന അവതാര കളി കൂടി എന്ത് ചെയ്യാറുണ്ട്, നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിലെ 8 ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 8 രാത്രികൾ കൊണ്ട് കളിച്ചു തീരുന്ന ഭഗവാന്റെ ഈ പറയുന്ന 8 കഥകളാണ് ഏതൊക്കെ, ഈ പറയുന്ന 1 അവതാരം, പിന്നെയോ കാളിയമർദ്ദനം, പിന്നെയോ രാസക്രീഡ, അടുത്തോ കംസവധം, അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് ഭഗവാന്റെ സ്വയംവരമാണ്, പിന്നെയോ ഈ പറയുന്ന ബാണയുദ്ധമുണ്ട്, വിവിധ വധമുണ്ട്, പിന്നെയോ ഏറ്റവും അവസാനം ഭഗവാന്റെ സ്വർഗാരോഹണം. ഇതാണ് നമ്മുടെ അഷ്ടപതിയാട്ടം അല്ലെങ്കിൽ ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിൻ്റെ 8 ചിട്ടകൾ. ഓക്കെ ആണോ? ഇനി നോക്കൂ, ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മുടെ സിലബസിലെ ഒരു ടോപ്പിക്ക് ക്ഷേത്ര വാദ്യങ്ങളുണ്ട് ഈ പറയുന്ന അല്ലേ. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ എന്തറിഞ്ഞിരിക്കണം, ഈ പറയുന്ന കലയ്ക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കണം. ഈ പറയുന്ന 1 ശുദ്ധമദ്ദളമുണ്ട്, തൊപ്പി മദ്ദളമുണ്ട്, പിന്നെയോ ഇലത്താളമുണ്ട്, പിന്നെയോ ചേങ്ങില, ഇടയ്ക്ക, ശംഖ്. നമുക്ക് ഈ പറയുന്ന തൊപ്പി മദ്ദളം എവിടെ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ, നമ്മുടെ ഗുരുവായൂർ ക്ഷേത്ര മതിൽക്കകത്ത് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ ഒരു പ്രചാരം ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിൽ മാത്രമേ ഉള്ളൂ. അത് ഗുരുവായൂരിലാണ് എന്ത് ചെയ്യും നമ്മൾ ഈ പറയുന്ന കണ്ടുവരുന്നത്. ഓക്കെ ആണോ? ഈ പറയുന്ന ശുദ്ധമദ്ദളവും ബാക്കി ഇലത്താളവും ചേങ്ങിലയും നമ്മുടെ ഈ പറയുന്ന സംഗീതം അരങ്ങിൽ സംഗീതം പാടുന്നവരുടെ കയ്യിലായിരിക്കും എന്ത് ചെയ്യുക, ഈ പറയുന്ന ഇലത്താളവും ചേങ്ങിലയും ഉണ്ടായിരിക്കുക. ഓക്കെ ആണോ? പിന്നെയോ ഈ പറയുന്ന ഇടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇതിൽ വായിക്കാറുണ്ട്, ശംഖ് ആവശ്യാനുസരണം എന്ത് ചെയ്യാറുണ്ട്, വായിക്കാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കൂ, ഈ വാദ്യങ്ങൾ ചേർന്നുള്ള താളപ്രയോഗം കൃഷ്ണനാട്ടത്തിന് എന്ത് ചെയ്യാറുണ്ട്, കൊഴുപ്പ് കൂട്ടാറുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രം അതിൽക്കകത്ത് ഒരിക്കലെങ്കിലും കൃഷ്ണനാട്ടം നിങ്ങൾ പറ്റുമെങ്കിൽ കണ്ടിരിക്കണം. വളരെ ഭംഗിയാണ് ഈ പറയുന്ന രംഗാവതാരണവും രംഗാവതരണവും ബാക്കി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഈ പറയുന്ന സംഗീതാത്മകമായിട്ടുള്ള ഈ പറയുന്ന അല്ലേ സംഗീതം ആലപിക്കുന്നതൊക്കെ വളരെ ഭംഗിയായിട്ടാണ് എന്ത് ചെയ്യുക അവർ ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന ഒരു 10:30 കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1:30-1:45 വരെ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന നമ്മുടെ ഈ കൃഷ്ണനാട്ടം നീണ്ടു പോകാറുണ്ട് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ 8 നാഴിക എന്നൊക്കെ പറഞ്ഞല്ലോ, ഒരു നാഴിക തന്നെ 2.5 മണിക്കൂറോ എന്തോ 2.5 നാഴിക എങ്ങാണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന 1 മണിക്കൂറായിട്ടൊക്കെ കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് കടന്നു പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിന് ഈ പറയുന്ന ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് എന്ത് ചെയ്യുക, ഈ പറയുന്ന പാട്ട് പാടുന്നവരുടെ തൊട്ട് മുന്നിലായി 2 വശങ്ങളിലായിട്ട് ആര് സ്ഥാനം പിടിക്കും, നമ്മുടെ ഈ പറയുന്ന ശുദ്ധമണ്ഡലം വായിക്കുന്ന ആളും തൊട്ടപ്പുറത്തായിട്ട് ആരുണ്ടാവും, ഈ പറയുന്ന തൊപ്പി മണ്ഡലം എന്ത് ചെയ്യുന്നത് കൊട്ടുന്ന ആളുണ്ടാവും. പാട്ട് പാടുന്ന ആളുടെ തൊട്ടടുത്തായിട്ട് ആര് നിൽക്കും, ഈ പറയുന്ന ഇടയ്ക്ക് വായിക്കുന്ന ആളുണ്ടാവും. പിന്നെയോ ഈ പറയുന്ന ചേങ്ങിലയും അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഇലത്താളവും വായിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ആരാണോ സംഗീതം പാടുന്നത് അവരുടെ കൈകളിലായിരിക്കും എന്തുണ്ടാകുക, ഈ പറയുന്ന ഇലത്താളവും ചേങ്ങിലയും ഉണ്ടാകുക. ശംഖ് സന്ദർഭത്തിൽ അവർ ഈ പറയുന്ന സന്ദർഭാനുസരണം എന്ത് ചെയ്യുക, അത് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൃഷ്ണനാട്ടത്തിൽ എങ്ങനെയാണ് ഈ പറയുന്ന വാദ്യക്കാരൊക്കെയും അല്ലെങ്കിൽ ഈ പറയുന്ന പാട്ട് പാടുന്നവർ എപ്പോഴും ആയിരിക്കും അരങ്ങിന് പിന്നണിയിലായിരിക്കും, മുന്നിലാണ് ഈ പറയുന്ന നായകസ്ഥാനവും ഈ പറയുന്ന ബാക്കി അരങ്ങ് അവതരിപ്പിക്കുന്നവരായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക, മുന്നിലുണ്ടാകുക. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എന്ത്, ഈ പറയുന്ന നിലവിളക്കിന് മുന്നിലായി അല്ലെങ്കിൽ നിലവിളക്കിനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന രംഗം അവതരിപ്പിക്കുന്നത് ഈ കാണുന്ന കൃഷ്ണനാട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. കഥകളിയിലൊന്നും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, ഈ പറയുന്ന നായകവേഷങ്ങൾ വിളക്കു കഴിഞ്ഞ് മുന്നിലേക്ക് എന്ത് ചെയ്യാറില്ല, നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേക ഒരു പോയിൻ്റായിട്ട് ഓർമ്മിച്ചിരിക്കുക. ഓക്കെ ആണോ? പിന്നെ നിങ്ങൾ മറ്റു പല ഭാഗങ്ങളിൽ നോക്കുമ്പോൾ ഈ പറയുന്ന ഇടയ്ക്ക് എവിടെ കാണാൻ സാധിക്കത്തില്ല, നമ്മുടെ ഈ പറയുന്ന എന്താണ് കൃഷ്ണനാട്ടവുമായി ബന്ധപ്പെട്ട വാദ്യങ്ങളിൽ കാണാൻ സാധിക്കത്തില്ല. അത് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക.
കാരണം നേരിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും കേട്ടോ, ഈ ഇടയ്ക്ക് പൂർണ്ണമായിട്ടും. അതോടൊപ്പം നിശ്ചിത സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന ശുദ്ധമദ്ദളമാവട്ടെ തൊപ്പിമദ്ദളമാവട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന പാട്ട് പാടുന്നവരാവട്ടെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇവർ ഈ പറയുന്ന ഒരു കുറച്ച് സമയം ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും സമയം എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, വായിക്കാൻ സാധിക്കാത്തത് അതുകൊണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു റെസ്റ്റ് കൊടുക്കുന്ന ഒരു മുറയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന കലാകാരന്മാർ ഇതിൽ ഈ അവതരിപ്പിക്കുന്നതിലെല്ലാം എന്ത് ചെയ്യാറുണ്ട്, പാടുന്നതിലും വാദ്യം ഉപയോഗിക്കുന്നതിലും എന്ത് ചെയ്യാറുണ്ട്, മാറി മാറി മറ്റ് കലാകാരന്മാർ എന്ത് ചെയ്യാറുണ്ട്, നിശ്ചിത ഇടവേളകളിൽ ജോയിൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പിന്നണിയിലുള്ള ഈ പരിപാടി നടക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലേ, കൃഷ്ണനാട്ടത്തിൽ എന്താണ് ഈ പറയുന്ന വിളക്കിനെ ചുറ്റിയുള്ള നൃത്തം എന്താണ് പതിവുണ്ട് കേട്ടോ. ഇത് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. കൃഷ്ണനാട്ടത്തിൽ എങ്ങനെയാണ് വിളക്കിനെ ചുറ്റിയുള്ള നൃത്തം പതിവുണ്ട്, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇനിയോ കൃഷ്ണനും യവനനും, ഓക്കെ ആണോ, കൃഷ്ണനും യവനനും അതുപോലെ കൃഷ്ണനും മല്ലന്മാരും തമ്മിലുള്ള രംഗങ്ങളിലും രാസക്രീഡയിലും കാളിയമർദ്ദനത്തിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന വിളക്കിന് മുന്നിലേക്ക് വന്നുള്ള നൃത്തമാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിൽ നമ്മൾ എന്ത് പറഞ്ഞത്, ഈ പറയുന്ന വിളക്കിന് മുന്നിലേക്ക് നായകവേഷങ്ങളാകട്ടെ അനുബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് മുന്നോട്ട് വരുന്നതെന്ന് പറഞ്ഞു കേട്ടോ. മനസ്സിലായല്ലോ? ഈ പറയുന്ന യവനൻ അല്ലേ, ഇവരുടെ രാസക്രീഡ അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന യുദ്ധരംഗങ്ങളൊക്കെ കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഈ പറയുന്ന വിളക്കിന് പ്രദക്ഷിണം വെച്ചിട്ട് അല്ലെങ്കിൽ ആ വിളക്കിന് മുന്നിൽ ആരെങ്കിലേക്ക് വന്ന് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, കാണാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന രംഗങ്ങൾ നമ്മൾ ഈ പറയുന്ന ഇതിനോടൊപ്പം ഇവരുപയോഗിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള അല്ലേ, അമ്പ്, വില്ല്, നമ്മുടെ ബലരാമൻ വരുന്ന സമയത്ത് അല്ലേ ഈ പറയുന്ന എന്താണ് കലപ്പ, ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന രംഗങ്ങളിൽ ഇവർ കൊടുക്കാറുണ്ട് കേട്ടോ. ഈ ഓരോ സന്ദർഭത്തിനനുസരിച്ചുള്ള ആയുധങ്ങൾ പിന്നണിയിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യും, ഈ പറയുന്ന അരങ്ങിന് വശത്തായിട്ട് കൊണ്ടുവയ്ക്കും. അപ്പോൾ അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യാറുണ്ട്, അത് എടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ പറയുന്ന അമ്പ്, വില്ല്, മറ്റേ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വാള്, പരിച, ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിൻ്റെ ആ രംഗപ്രാധാന്യം അനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്, അവിടെ ഈ പറയുന്ന എത്തിച്ച് ഈ പറയുന്ന ഇതൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നവർ അവതരിപ്പിക്കുന്നത്. ഓക്കെ ആണോ? ഇനി നോക്കൂ, കൃഷ്ണനാട്ടം പ്രധാനമായും ലാസ്യ പ്രധാനമാണെങ്കിലും കൃഷ്ണനും മല്ലന്മാരും തമ്മിലുള്ള യുദ്ധം താണ്ഡവ പ്രധാനമാണ് കേട്ടോ. ഈ പറയുന്ന അതായത് നമ്മുടെ ഈ പറയുന്ന കൃഷ്ണൻ്റെ ഈ നിങ്ങൾ സ്വയംവരം കളി ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം, ഗുരുവായൂർ കണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതിൽ ഈ പറയുന്ന കൃഷ്ണൻ്റെയും നമ്മുടെ ഈ പറയുന്ന സ്വയംവരത്തിന് ശേഷം ഈ പറയുന്ന ഇവരുടെ ആ ഒരു പ്രേമവികാര ഭാവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ പറയുന്നത് പോലെ ലാസ്യ പ്രധാനമാണ് എന്ത്, കൃഷ്ണനാട്ടം. ഈ പറയുന്ന ഓരോ വരികളും അവർ അവതരിപ്പിച്ച് കാണുന്ന ആ രീതിയാണെങ്കിലും അവരുടെ ഈ പറയുന്ന ചേഷ്ടകളാണെങ്കിലും ഒക്കെ കാണുന്ന പ്രേക്ഷകൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാറുണ്ട്, വളരെ മനോഹരമായിട്ട് ഇത് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പറയുന്ന യുദ്ധം വരുന്ന സമയത്ത് നമുക്ക് വാദ്യമേളങ്ങൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ആ ഒരു മർമ്മപ്രധാനമായിട്ടുള്ള രംഗം വരുമ്പോൾ അതിനനുസരിച്ചുള്ള സംവിധാനം, അതായത് ശബ്ദ കോലാഹലങ്ങൾ വാദ്യങ്ങളിലും പാട്ടിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അവർ കൊണ്ടുവരാറുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന അതിനനുസരിച്ചുള്ള യുദ്ധരംഗങ്ങൾ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിൽ അവതരിപ്പിച്ച് കാണാറുണ്ട്. ഓക്കെ ആണോ? ഇനി നോക്കൂ, കൃഷ്ണനാട്ടത്തിലെ സംഗീതം സാമവേദാലാപനത്തെയും കൂടിയാട്ടത്തിൽ ചാക്യാരുടെ സ്വരിക്കലിനെയും അനുസ്മരിച്ചുകൊണ്ടാണ്. നോക്കൂ, അപ്പോൾ ഈ പറയുന്ന അല്ലേ സാമവേദ ആലാപനവും പിന്നെ എന്താണ് ചാക്യാരുടെ സ്വരിക്കലിനെ അനുബന്ധിച്ചാണ് എന്ന് പറയുന്നെങ്കിലും നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കഥകളി സംഗീതാലാപനമാണ് കേട്ടോ. വളരെ ഭംഗിയാണ്. ഈ പറയുന്ന കലാകാരന്മാരുടെയൊക്കെ ഒരു പ്രത്യേക ഒരു സ്വരസിദ്ധമായിട്ടുള്ളൊരു കഴിവ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ പറയുന്ന സാമവേദ ആലാപനമോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വരിക്കലോ അല്ല എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗുരുവായൂർ മതിൽക്കകത്ത് നമുക്ക് കാണാൻ കഴിയുക എന്താണ്, നമുക്ക് കാണാൻ കഴിയുക കഥകളി അല്ലെ കേൾക്കാൻ കഴിയുക എന്താണ്, കഥകളി സംഗീതമാണ്. ഈ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, കാണാൻ സാധിക്കുക കേട്ടോ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നോക്കൂ, ഇനി പദം പ്രതിയുള്ള അഭിനയം കൃഷ്ണനാട്ടത്തിൽ എന്ത് വേണ്ട, ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ കഥകളിയിലെ പോലെ കൃഷ്ണനാട്ടത്തിലെ പാട്ട് എന്ത് ചെയ്യാറില്ല, ഈ പറയുന്ന റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് പാടാറില്ല. മനസ്സിലായോ? അതായത് പ്രത്യേകമായിട്ട് കഥകളിയിലെ പോലെ എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന പദങ്ങൾ എടുത്തു കാണിക്കേണ്ട ആവശ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാറില്ല, നമ്മുടെ ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിൻ്റെ പിന്നണിയിൽ പാടുന്ന കലാകാരന്മാർ ഒരിക്കലും ഈ പറയുന്ന വരികൾ അല്ലേ എന്ത് ചെയ്യാറില്ല, ആവർത്തിച്ച് പാടാറില്ല എന്നുള്ളത് എന്തിൻ്റെ പ്രത്യേകതയാണ്, നമ്മുടെ ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരിക്കൽ കൂടി ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിൽ നമ്മൾ പറഞ്ഞു വിളക്കിനെ ചുറ്റിയുള്ള ഈ പറയുന്ന നൃത്തം പതിവാണെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ ഈ പറയുന്ന ലാസ്യഭാവത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു കലയാണ് ഏത്, നമ്മുടെ ഈ പറയുന്ന കൃഷ്ണനാട്ടം. എങ്കിലും അതിനകത്ത് വരുന്ന യുദ്ധസമാനമായിട്ടുള്ള രംഗങ്ങളൊക്കെ അതേ രീതിയിൽ താണ്ഡവ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അവതരിപ്പിക്കാറുണ്ട്. പിന്നെയോ ഈ പറയുന്ന സംഗീതം അല്ലേ സാമവേദാലാപനമാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ഈ പറയുന്ന ഇതായിട്ട് പറയുന്ന സാമവേദാലാപനമാണ് ഈ പറയുന്ന അല്ലെങ്കിൽ ചാക്യാരുടെ സ്വരിക്കലൊക്കെ ആണെങ്കിലും നമുക്ക് ഈ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണനാട്ടത്തിന് ഈ പറയുന്ന നൽകുന്ന അല്ലെങ്കിൽ നടത്തുന്നത് കഥകളി സംഗീതാലാപനമാണ് കേട്ടോ. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെയോ പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണ്, ഈ പറയുന്ന പാട്ട് എന്ത് ചെയ്യാറില്ല, റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് പാടാറില്ല. കാരണം എന്താണ്, പദം പ്രതിയുള്ള അഭിനയം കൃഷ്ണനാട്ടത്തിൽ എന്തില്ല, ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നോക്കൂ,
ഇനി എന്തിനാണ് ഈ പറയുന്ന കൃഷ്ണനാട്ടം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് നടത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ? അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, ഓരോ കളികളും ഓരോ ആൾക്കാർ എന്ത് ചെയ്യുക, ഭക്തജനങ്ങൾ സമർപ്പിക്കുക. അപ്പോൾ ഒരു ദിവസം തന്നെ എത്ര ഭക്തജനങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഈ കൃഷ്ണനാട്ടം വഴിപാടായിട്ട് സമർപ്പിക്കാം കേട്ടോ. അപ്പോൾ ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു രീതിയില്ല. നോക്കിക്കോളൂ. ഒന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, അവതാരം അല്ലേ, എന്തിനാണ് ഈ പറയുന്ന കൃഷ്ണൻ്റെ അവതാരം അല്ലേ, നമ്മൾ ഈ പറയുന്ന നിങ്ങൾ സപ്താഹം അല്ലേ, 7 ദിവസം കൊണ്ട് നടക്കുന്നതാണ് എന്ത് സപ്താഹം. നമ്മുടെ ഭാഗവതം ഈ പറയുന്ന 7 ദിവസം കൊണ്ട് ഈ പറയുന്ന അല്ലേ ഒരു യാഗം പോലെ നടത്തുന്നതാണ് എന്ത് ഈ പറയുന്ന സപ്താഹം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ പറയുന്ന കൃഷ്ണൻ്റെ അവതാര സമയത്ത് ഈ പറയുന്ന മക്കളില്ലാതെ അല്ലേ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന കുട്ടികളുണ്ടാവാനായിട്ട് വഴിപാടായിട്ട് അല്ലേ കൃഷ്ണന് വെണ്ണ സമർപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന അല്ലേ മധുര പലഹാരങ്ങളൊക്കെ ഈ പറയുന്ന അവതാര സമയങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, സമർപ്പിക്കാറുണ്ട്. അവതാരം അത്രമേൽ പ്രാധാന്യമാണ്. അതുപോലെ ഉണ്ണിയൂട്ട് സപ്താഹമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന സപ്താഹശാലകളിലൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന പായസമൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, മറ്റു കൊച്ചു കുട്ടികളെ അല്ലേ കുഞ്ഞു കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഉണ്ണിയൂട്ടൊക്കെ നടത്തുന്നത് ഈ ചടങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പറഞ്ഞു പോയതുകൊണ്ട് പറയാം, മക്കളുണ്ടാകാനായിട്ട് അല്ലേ ഉരുളി കമിഴ്ത്തൽ വഴിപാട് നടക്കുന്ന പ്രധാന ക്ഷേത്രമാണ് ഏത്, നമ്മുടെ കേരളത്തിലെ മണ്ണാർശാല നാഗരാജ ക്ഷേത്രം കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കണക്ഷനായിട്ട് ഓർമ്മിച്ചിരിക്കുക കേട്ടോ. ഒരു വഴിപാടാണ് ഉരുളി കമിഴ്ത്തൽ. എന്തിനാണ്, ഈ പറയുന്ന അല്ലേ കുഞ്ഞുങ്ങളുണ്ടാകാൻ അല്ലേ മക്കളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ട് നടത്തുന്ന ഒരു പ്രധാന ചടങ്ങാണ് എന്ത്, മണ്ണാർശാലയിലെ ഉരുളി കമിഴ്ത്തൽ. ഈ പറയുന്ന ചടങ്ങ് ഈ പറയുന്ന മക്കളില്ലാത്ത ദമ്പതികൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന അവിടെ ആ ഒരു അമ്മ ഇരിക്കുന്ന നിലവറയുടെ ഭാഗത്തായിട്ട് അല്ലേ അവിടെ എന്ത് ചെയ്യാറുണ്ട്, കുഞ്ഞു നിവേദ്യ ഉരുളിയാണ് കേട്ടോ, വലിയ ആനുരുളിയൊന്നുമില്ല. ഈ ഉരുളി സമർപ്പിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, അവർക്ക് മക്കളുണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ പറയുന്ന അവിടെ കുട്ടിയുമായിട്ട് ചെന്നിട്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന ഉരുളി നൂത്തിട്ട് എന്ത് ചെയ്യുക, അവിടെ അവർ തന്നെ എന്ത് ചെയ്യാറുണ്ട്, പാൽപ്പായസം അവിടെ നേദിക്കണമെന്ന്, അങ്ങനെയാണ് അതിൻ്റെ ചടങ്ങ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ നടക്കാറുണ്ട്. ഇത് പറഞ്ഞു പോയതുകൊണ്ട് ബൈ ചാൻസ് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഓർമ്മിക്കുക. ഓക്കെ ആണോ? ഇനി നോക്കൂ. അപ്പോൾ അവതാര കഥ എന്തിനാണ് കൃഷ്ണനാട്ടത്തിൽ വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഒരു കുട്ടിയുടെ ജന്മത്തിനായിട്ട് അർപ്പിക്കുന്ന വഴിപാടാണ് എന്ത്, ഈ പറയുന്ന അവതാര കളി അല്ലേ. കൃഷ്ണനാട്ടത്തിലെ അവതാര കളി ഒരു കുട്ടിയുടെ ജന്മത്തിനായിട്ട് അല്ലേ, അല്ലെങ്കിൽ സന്താന ലബ്ധിക്കായിട്ട് അല്ലേ സന്താന സൗഭാഗ്യത്തിനായിട്ട് നടത്തുന്ന വഴിപാടാണ് എന്ത്, ഈ പറയുന്ന അവതാരം. ഇനി നോക്കൂ, കാളിയമർദ്ദനം അല്ലേ. നമുക്കറിയാലേ കാളിയൻ എന്ന് പറയുന്ന സർപ്പത്തിൻ്റെ അല്ലേ തലയിൽ കയറി നൃത്തം ചവിട്ടിയ കണ്ണൻ്റെ ഈ പറയുന്ന ആ ഒരു ചിത്രങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഉണ്ണിക്കണ്ണൻ അല്ലേ, ഉണ്ണിക്കണ്ണൻ്റെ ലീലകൾ പല വിധമാണ് ഈ പറയുന്ന കുഞ്ഞു പ്രായത്തിൽ തന്നെ. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പറയുന്ന കാളിയമർദ്ദനം കളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലപ്രാപ്തിയായിട്ട് പറയുന്നത് എന്താണ്, വിഷത്തിൻ്റെ പ്രഭാവം നികത്തണം. ഏതെങ്കിലും വിധത്തിൽ ഈ പറയുന്ന എന്തെങ്കിലും വിഷത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും അംശം അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ എന്തെങ്കിലും അലട്ടലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് മാറുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ എന്ത് ചെയ്യാറുണ്ട്, ഭഗവാനെ സമർപ്പിക്കുന്ന വഴിപാടാണ് എന്ത്, കൃഷ്ണനാട്ടത്തിലെ കാളിയമർദ്ദനം കളി കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മിക്കുക. ഇനി നോക്കൂ, രാസക്രീഡ അല്ലേ, അവിവാഹിതരായിട്ടുള്ള പെൺകുട്ടികളുടെ ക്ഷേമത്തിനായിട്ട് അല്ലേ, മീൻസ് ഈ പറയുന്ന വിവാഹം നടക്കാനും പിന്നെ എന്താണ് ദമ്പതികൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കാനുമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രാസക്രീഡ വഴിപാടായിട്ടാണ് ഇവിടെ സമർപ്പിക്കുന്നത്, കൃഷ്ണനാട്ടത്തിൽ സമർപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന അല്ലേ ദാമ്പത്യ കലഹം മാറാൻ ഇതൊക്കെ എന്താണ്, ഈ പറയുന്ന അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ വഴിപാടിൻ്റെ ഫലപ്രാപ്തിയാണ് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, അത്രമാത്രം. ഇനി നോക്കൂ, കംസവധം അല്ലേ, മാതുലനായിട്ടുള്ള കംസനെ അല്ലേ അമ്മാവനായിട്ടുള്ള കംസനെ വധിച്ചിട്ടുള്ള അല്ലേ ആ ഒരു കളി. കംസവധത്തിൻ്റെ എന്താണ്, ശത്രുക്കളെ ഇല്ലാതാക്കുക അല്ലേ. ഈ പറയുന്ന അല്ലേ നമുക്ക് ഈ പറയുന്ന നമ്മളൊക്കെ ഈ ഒരു തലത്തിനപ്പുറം നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ശത്രുവൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് അല്ലേ. നമ്മുടെ ഈ പറയുന്ന മനസ്സാണ് നമ്മൾ ഈ പറയുന്നത് എന്ത് ചെയ്യുക, പലപ്പോഴും പിന്നോട്ട് നയിക്കുന്നത് അല്ലേ. പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിലാണെങ്കിലും അല്ലേ മുമ്പോട്ട് പോകാൻ നിൽക്കുന്നത് അതൊക്കെ നമ്മുടെ ഈ പറയുന്ന അപ്പോൾ മനസ്സാവുന്ന ശത്രു ഒന്ന് എന്ത് ചെയ്യുക, നമുക്കൊന്ന് അനുമാനിക്കാം. എന്തായാലും അതിൻ്റെ ഫലപ്രാപ്തിയായിട്ട് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ശത്രുക്കളെ ഇല്ലാതാക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ശത്രുക്കളായിട്ട് കാണേണ്ടത് നമ്മുടെയൊക്കെ മനസ്സിനെ തന്നെയാണ് അല്ലേ. പഠിക്കാൻ സമയത്ത് പഠിക്കാതിരിക്കുക, പിന്നെ ഈ പറയുന്ന അല്ലേ മൊബൈലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കറങ്ങി കുത്തിയൊക്കെ ഇരിക്കുക അല്ലേ. നമ്മുടെ ഈ പറയുന്ന ജോലി നേടേണ്ട സമയത്ത് അല്ലേ നമ്മൾ ഈ പറയുന്ന ഉഴപ്പുക. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ സ്വയം നമ്മുടെ ശത്രുവായിട്ട് നമ്മുടെ മനസ്സിനെ തന്നെ കാണുക എന്ന് മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ പറയുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ആ ഒരു വഴിപാടിൻ്റെ ഫലപ്രാപ്തിയാണ് ഇത് നോക്കുക. ഇനി നോക്കൂ, സ്വയംവരം ആയിട്ട് എന്താണ്, സ്വയംവരം നടത്തുന്നത് മംഗല്യ സ്വഭാവത്തിനാണ് കേട്ടോ. ഈ പറയുന്ന കല്യാണമൊക്കെ നടക്കാത്തവർ അല്ലേ കല്യാണം നീണ്ടുപോകുന്ന അല്ലെങ്കിൽ കല്യാണം നടക്കാത്ത പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ എന്ത് ചെയ്യുക, ഈ പറയുന്ന മംഗല്യം നടക്കാനായിട്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് എന്ത്, സ്വയംവരം. ഞാൻ ഈ പറഞ്ഞ സപ്താഹശാലകളിൽ എന്ത് നടക്കാറുണ്ട്, ഈ പറയുന്ന സ്വയംവര ദിവസം വൈകുന്നേരം അല്ലേ ഈ പറയുന്ന മൂലം ഭാഗവതം സംസ്കൃതം ഭാഗവതത്തിൻ്റെ സപ്താഹമാണെങ്കിൽ വൈകുന്നേരം വരും ഈ പറയുന്ന സ്വയംവരം. നമ്മുടെ കിളിപ്പാട്ടിലുള്ള സപ്താഹമാണ് നടക്കുന്നതെങ്കിൽ രാവിലെ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന പുടവ പൂജ നടക്കാറുണ്ട്. പിന്നെ ഈ പറയുന്ന വിവാഹിതയാകാനായിട്ട് ഇത് ചെയ്യുന്ന അല്ലേ ഈ പറയുന്ന യുവതികൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന രുക്മിണി ദേവിയുടെ വിഗ്രഹം ചുമന്നുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന സപ്താഹശാലയിലേക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന വഴിപാട് ഈ പറയുന്ന മംഗല്യ സൗഭാഗ്യത്തിനാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സ്വയംവരം വഴിപാട് നടക്കുന്നത്. ഇനി നോക്കൂ,
ബാണയുദ്ധം അടുത്ത വഴിപാട് അല്ലേ. ബാണയുദ്ധം എന്തിനാണ്? അഭീഷ്ടസിദ്ധിക്കും ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറാനാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ പറയുന്ന ബാണയുദ്ധം വഴിപാടായിട്ട് സമർപ്പിക്കുന്നത്. ഓക്കെ ആണോ? എന്തിനൊക്കെയാണ് ഈ പറയുന്ന അല്ലേ, എന്തിനാണ്? അഭീഷ്ടസിദ്ധിക്കും ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറാനാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ പറയുന്ന ബാണയുദ്ധം നടത്തുന്നത്. ഓക്കെ അല്ലേ. ഇനി നോക്കൂ, വിവിധ വധം അല്ലേ. ഈ പറയുന്ന ദാരിദ്ര്യം ഇല്ലാതാക്കാനും കൃഷിയിടങ്ങളിൽ നിന്ന് വിളവ് വർദ്ധിപ്പിക്കാനുമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ പറയുന്ന വിവിധ വധം എന്ന കളി എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന വഴിപാടായിട്ട് സമർപ്പിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത്രയും ഒന്നുകൂടെ നോക്കൂ. ഈ പറയുന്ന അവതാര കളിയുടെ ഉദ്ദേശം അല്ലെങ്കിൽ അത് സമർപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തിനാണ്? ഈ പറയുന്ന സന്താന ലബ്ധിക്കാണ് അല്ലെങ്കിൽ സന്താന സൗഭാഗ്യത്തിനാണ്. പിന്നെയോ നമ്മൾ പറഞ്ഞു കാളിയമർദ്ദനം അല്ലേ, വിഷസർപ്പമായിട്ടുള്ള കാളിയത്തിനെ അതിൽ തന്നെയുണ്ട് എന്താണ്? ഈ പറയുന്ന കാളിയമർദ്ദനം നടത്തിയത് കൊണ്ട് അല്ലേ, ഈ പറയുന്ന എന്താണ്? വിഷത്തിൻ്റെ ഈ പറയുന്ന ഒരു പ്രഭാവമൊക്കെ നികത്താൻ അത്തരത്തിലുണ്ടെങ്കിൽ. പിന്നെ രാസക്രീഡ എന്ന് പറയുന്നത് അല്ലേ, ദാമ്പത്യ തർക്കം ഉണ്ടാകാം, ദാമ്പത്യ കലഹം ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള വിഷമങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മാറുക എന്നുള്ള ഒരു അർത്ഥത്തിൽ എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന രാസക്രീഡ വഴിപാട് നടക്കാറുണ്ട്. പിന്നെയോ കംസവധം അല്ലേ. ഈ കംസവധം പറയുമ്പോഴാണ് ഞാൻ ഈ പറയുന്ന കൃഷ്ണനാട്ടവുമായി ബന്ധപ്പെട്ടൊരു കഥ കൂടെ ഒന്ന് പറയാം. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ പറയുന്ന കോട്ടയം ഈ പറയുന്ന സാമൂതിരിയായിരുന്ന മാനവേദ രാജാവാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ പറയുന്ന സംസ്കൃതത്തിലാണ് അന്ന് ഈ പറയുന്ന കൃഷ്ണനാട്ടം കഥയൊക്കെ എന്ത് ചെയ്യുന്നത്? രചിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന സാധാരണക്കാർക്കൊക്കെ മനസ്സിലാവാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പിൽക്കാലത്ത് കോട്ടയം തമ്പുരാൻ എന്ത് ചെയ്യുന്നത്? ഇതിൽ നിന്നും സ്വാംശീകരിച്ചുകൊണ്ട് രാമനാട്ടം കഥ പിന്നെ അതിനെന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചുകൂടെ വിപുലീകരിച്ച് ഇന്ന് കാണുന്ന കഥകളിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. ഒക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന നമ്മുടെ സാമൂതിരിയായ മാനവേദൻ രാജാവിനെ കോട്ടയം തമ്പുരാൻ ഒരിക്കൽ എന്ത് ചെയ്യും? ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഇവർ തമ്മിൽ വളരെ നാളായിട്ട് ശത്രുതയിലാണ്. അപ്പോൾ ഈ പറയുന്ന കൃഷ്ണനാട്ടം അവതരിപ്പിക്കാനായിട്ട് കോട്ടയത്തേക്ക് ഒരിക്കലും എന്ത് ചെയ്യും? ക്ഷണിക്കും. അങ്ങനെ ഈ പറയുന്ന കലാകാരന്മാരും എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന കോട്ടയത്തേക്ക് എത്തുകയും അപ്പോൾ ഇവരെ പരീക്ഷിക്കാനായിട്ട് അല്ലേ എന്ത് ചെയ്യും? ഈ പറയുന്ന കോട്ടയം തമ്പുരാൻ ഒരു ആനയെ ഇവിടെ നിർത്തും. ഈ പറയുന്ന നമ്മുടെ ഈ നടക്കുന്ന വേദിക്കരികിലായിട്ട് നിർത്തും. ഓക്കെ ആണോ? അപ്പോൾ ഈ പറയുന്ന കളി അങ്ങ് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തും. കൃഷ്ണനാട്ടം നടന്നു വരികയാണ്. ഈ പറയുന്ന അരങ്ങിൽ നായകൻ തകർത്താടുകയാണ് അല്ലേ. അപ്പോൾ കംസവധമാണ് കളി. അപ്പോൾ ഈ പറയുന്ന കംസവധത്തിൽ നമുക്കറിയാം അല്ലേ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കംസനെ കൊല്ലാനായിട്ട് ഈ പറയുന്ന കംസൻ അല്ലേ കൃഷ്ണനെയും ബലരാമനെയും എവിടേക്ക് ക്ഷണിക്കുന്നുണ്ട്? ഈ പറയുന്ന മധുരയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇവരെ രണ്ടുപേരെയും കൊല്ലാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുവലയ പീഠം എന്ന് പറയുന്ന ഒരു ആനയെ ഇവിടെ നിർത്തുന്നുണ്ട്. ഈ പറയുന്ന ഈ രാജ്യത്തിൻ്റെ അല്ലേ മുന്നിലായിട്ട് നിർത്തുന്നുണ്ട് അല്ലേ. കുവലയപീഠം ഇതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ പറയുന്ന കുവലയപീഠമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പറയുന്ന തിരുവാർപ്പ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്. മീൻസ് കഥയല്ല, ചടങ്ങുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് പിന്നിലുള്ള ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. മുൻ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ആന എന്ത് ചെയ്യും? പരീക്ഷണത്തിനായിട്ട് അവിടെ നിർത്തും. അങ്ങനെ ഈ പറയുന്ന അരങ്ങിൽ നായകൻ തകർത്ത് അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ആവേശം കയറിയ നായകൻ എന്ത് ചെയ്യും? ഈ പറയുന്ന കുവലയപീഠം എന്ന് പറയുന്ന ആന എന്ത് ചെയ്യുന്നുണ്ട്? അന്ന് കൃഷ്ണൻ എന്ത് ചെയ്യുന്നുണ്ട്? കൊമ്പുകൾ വലിച്ചൂരി എന്ത് ചെയ്യുന്നുണ്ട്? അവശനാക്കിയിട്ട് എന്ത് ചെയ്യും? ആ ഒരു അസുരനെ വധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന രംഗത്തിൽ എന്ത് ചെയ്യും? നായകനും ആവേശം കയറി അത്തരത്തിൽ ഒന്ന് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ആനപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചാടി കയറാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇതിൻ്റെ ആശാൻ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്നും കിരീടം വലിച്ചൂരിയെന്നും ആ ഒരു രംഗം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ ഒരു അവസാനിപ്പിച്ചു എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പറയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്തരത്തിലൊക്കെ നടന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്ന് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന കുവലയപീഠം എന്ന് പറയുന്ന ആനയെ എന്തു ചെയ്തു? ഈ പറയുന്ന കൃഷ്ണൻ അല്ലേ ഈ പറയുന്ന തളർത്തി ഇത് ചെയ്തതിൻ്റെ ആ ഒരു കഥയുടെ ആ ഒരു രൂപമാണ് എന്ത് ചെയ്യുന്നത്? ഇന്നും നമ്മുടെ ഈ പറയുന്ന തിരുവാർപ്പ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് മുൻപായിട്ട് തൊട്ടടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ നിന്നും ആനയെ ഓട്ടിച്ച് എവിടേക്ക് കൊണ്ടുവരാറുണ്ട്? നമ്മുടെ ഈ പറയുന്ന തിരുവാർപ്പ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തെ വലം വയ്പ്പിക്കാറുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ഒച്ചത്തിൽ കൂവാറുണ്ട്. അപ്പോൾ ഗുരുവായൂർ കൂടാതെ ആനയോട്ട് നടക്കുന്ന മറ്റൊരു ക്ഷേത്രം എന്ന ഖ്യാതി ആർക്കുണ്ട്? നമ്മുടെ ഈ പറയുന്ന തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനുണ്ട് കേട്ടോ. അതിന് പിന്നിലെ കഥ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഈ പറയുന്ന കുവലയപീഠത്തിനെ അന്ന് എന്ത് ചെയ്തു? ഈ പറയുന്ന കൃഷ്ണൻ വധിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു സങ്കല്പം അന്വർത്ഥമാക്കുന്ന വിധം അല്ലെങ്കിൽ അത് ആചരിച്ചു വരുന്ന രീതിക്കാണ് എന്ത് ചെയ്യുന്നത്? ഇന്നും ചെയ്യുന്നത്. ഈ പറയുന്ന ആനയെ കൂവി വിളിച്ച് ഈ പറയുന്ന ക്ഷേത്രത്തെ പ്രദക്ഷിണം വഹിപ്പിച്ചിട്ട് ശേഷം മാത്രമേ ആനയിട്ടും മറ്റീ പറയുന്ന അല്ലെങ്കിൽ ആനയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ എന്ത് ചെയ്യാറുള്ളൂ? തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നൽകാറുള്ളൂ കേട്ടോ. പിന്നെ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ഗുരുവായൂർ ക്ഷേത്രത്തെ കൂടാതെ ആനയോട്ടം നടക്കുന്ന മറ്റു ക്ഷേത്രമാണേത്? ഈ പറയുന്ന തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പിന്നിലെ കഥ എന്താണ്? ഈ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ എന്താണ്? നമ്മൾ ഈ പറയുന്ന ബാണയുദ്ധം അഭീഷ്ടസിദ്ധിക്ക് നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും തടസ്സമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന കൃഷ്ണനാട്ടത്തിൽ ബാണയുദ്ധം എന്ത് ചെയ്യാം? വഴിപാടായിട്ട് സമർപ്പിക്കാം. പിന്നെയോ വിവിധവധം സമർപ്പിക്കുകയാണെങ്കിൽ ദാരിദ്ര്യം ഇല്ലാതാക്കുക, കൃഷിയിടങ്ങൾ പോലുള്ള അല്ലെ കർഷകാഭിവൃദ്ധി അല്ലെ കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ കാണുന്ന വിവിധവധം എന്ത് ചെയ്യാം? നമുക്ക് സമർപ്പിക്കാം കേട്ടോ.